ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് GA MAT 101 CS IT ബ്രാഞ്ചിലെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെയും ഒക്കെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് ഗ്രൂപ്പ് A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെവൽ കർവ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ലെവൽ കർവിന് ശേഷം സിലബസിൽ പറയുന്ന അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രവേശിക്കാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്: ലിമിറ്റ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് വരുന്ന രീതിയിൽ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, സോ ഓൾറെഡി ലിമിറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒരു വേരിയബിളും കൂടെ എക്സ്ട്രാ വരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്കിവിടെ പുതിയതായിട്ട് പറയാനുള്ളൂ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് എങ്ങനെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം, എന്താണ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്, എന്താണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്നത്, എന്താണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്, കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുമ്പോൾ ഫാക്ടറൈസേഷനോ റാഷണലൈസേഷനോ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ചെയ്ത് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. സോ നമുക്ക് സിമ്പിളായിട്ട് ആ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് നേരെ പ്രോബ്ലത്തിലേക്ക് കയറേണ്ട ആവശ്യമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്തായിരുന്നു ലിമിറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു ലിമിറ്റിലേക്ക്, ഒരു എന്താ പറയുക, ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ലിമിറ്റിംഗ് വാല്യൂ എല്ലിലേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എൽ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതാണ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എൽ. ഓക്കെ, ഇനി നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെ അപ്രോച്ച് ചെയ്താലും, ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിലും ആ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യേണ്ട കോൺസ്റ്റന്റ് ഒരിക്കലും മാറരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ലിമിറ്റ് ഡസിൻറ്റ് എക്സിസ്റ്റ് എന്ന് പറയും. ലിമിറ്റ് മാറാതിരിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ സെയിം ആവുകയും ചെയ്യണം. ശരിയാണല്ലോ? അപ്പോൾ അത് ഒന്നിലധികം വേരിയബിൾസിലേക്ക് നമ്മൾ പറയുമ്പോൾ നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ. വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ രണ്ട് വേരിയബിൾ, എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ, എക്സ്ട്രാ ഒരു വേരിയബിളും കൂടെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ approaches the limit L as xy approaches x naught y naught. We write limit xy tends to x naught y naught. xy എന്നുള്ളത് x naught y naughtiലേക്ക് ടെൻഡ് ചെയ്യുന്നു. f of xy is equal to എന്താണ്, ലിമിറ്റിംഗ് വാല്യൂ L. ഇതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലിമിറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വരുന്നു എന്ന് വിചാരിക്കുക. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1,3 ദെൻ എക്സ് പ്ലസ് വൈ. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് പകരം 3 കൊടുക്കുക. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ഈ ലിമിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് ടെൻസ് ടു 1, വൈ ടെൻസ് ടു 3 ആണ് ആക്ച്വലി ഇത് വരുന്നത്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ. ഇനി എക്സിനും വൈക്കും 1ഉം 3ഉം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. 1 + 3 എന്ന് വരും. 3 + 1 എത്രയാണ്, 4. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് ആൻസർ എത്രയാണ് വരിക, 4 ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളവിടെ നേരത്തെ പഠിച്ചിട്ടുള്ള സോ കോൾഡ് റിസൾട്ടുകളൊക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. സൈൻ തീറ്റ ബൈ തീറ്റയുടെ ലിമിറ്റ് 1 ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. യെസ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിമിറ്റ് ഇങ്ങനെയൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 1,2, അല്ലെങ്കിൽ എക്സ് കോമ വൈ ടെൻസ് ടു ഇങ്ങനെ വരിക 0,0 ആക്കാം. എക്സ് വൈ ടെൻസ് ടു 0,0 ആണെന്ന് വിചാരിക്കുക. 0,0 ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. സൈൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ ഇങ്ങനെയൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ ലിമിറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യമേ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് വരുന്ന ടേമിന് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുന്നു. പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എക്സ് വരുന്ന ആൾക്ക് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം: ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സിന് മാത്രം കൊടുത്തിട്ട് സൈൻ എക്സ് ബൈ എക്സ് മാറ്റി നിർത്താം. ഇനി ഇൻറ്റു ലിമിറ്റ് വൈയുടെ ലിമിറ്റ് വൈ ടെൻസ് ടു 0 ടാൻ വൈ ഡിവൈഡഡ് ബൈ വൈ എന്ന് വരും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആൻസർ 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 × 1 ആൻസർ 1 ആണ്. ശരിയല്ലേ?
സൈൻ തീറ്റ ബൈ തീറ്റയുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ 1 ആണ്, തീറ്റ ടെൻസ് ടു 0 ആണെങ്കിൽ 1 ആണ്, ശരിയല്ലേ? അതേപോലെ ടാൻ വൈ ബൈ വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ലിമിറ്റിലെ ഒരു 20 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും 2 വേരിയബിൾ വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിയോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 1 എക്സ് മൈനസ് എക്സ് വൈ പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ വൈ പ്ലസ് 5 എക്സ് വൈ മൈനസ് 5 ക്യൂബ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സിന് 0 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. എക്സിന് 0 കൊടുത്താൽ 0 മൈനസ് എക്സിന് 0 ആണ് ഇൻറ്റു വൈക്ക് പകരം 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, അതായത് 0 സ്ക്വയർ ഇൻറ്റു വൈക്ക് പകരം 1 പ്ലസ് 5 ഇൻറ്റു എക്സിന് പകരം 0 ഇൻറ്റു വൈക്ക് പകരം 1 മൈനസ് 1 ക്യൂബ്. ഓക്കെ, 0 വരുന്ന എല്ലാ ടേമും 0 ആയിപ്പോയി. മുകളിൽ 3 മാത്രമേ ബാക്കിയുള്ളൂ. താഴെ 0 ഇൻറ്റു 1 5 ഇൻറ്റു 0 0 ആയിപ്പോയി. മൈനസ് 1 ക്യൂബ് മൈനസ് 1 വരും. ശരിയാണല്ലോ? സോ 3 ബൈ മൈനസ് 1 ആൻസർ കിട്ടുന്നത് എന്താണ്? -3. -3 ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എൻറ്ററിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 3 മൈനസ് 4 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സിന് പകരം 3 കൊടുക്കുക, വൈക്ക് പകരം -4 കൊടുക്കുക. എന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 16 ഇസ് ഈക്വൽ ടു റൂട്ട് 25 ഇസ് ഈക്വൽ ടു 5. 25ൻ്റെ റൂട്ട് ആൻസർ എത്രയാണ് വരിക? 5 ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു പൈ ബൈ 2 0 എക്സ് ബൈ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ബൈ വൈ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഒരു ടേം മാത്രം ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്, വൈയുടെ ടേംസ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കാം. എക്സിൻ്റെ ലിമിറ്റ് എക്സ് വരുന്ന ടൈമിന് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2. എക്സിൻ്റെ ലിമിറ്റ് പൈ ബൈ 2 ആണ്, വൈയുടെ ലിമിറ്റ് വരുന്ന 0 ആണ്, ശരിയല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എക്സ് ബൈ സൈൻ എക്സ് നമുക്ക് ഒറ്റയ്ക്കാക്കാം. മൈനസ് ഇനി വൈയുടെ പറഞ്ഞേ, ലിമിറ്റ് വൈ ടെൻസ് ടു 0 ആണ്, സൈൻ വൈ ഡിവൈഡഡ് ബൈ എന്താണ്? വൈ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എക്സ് കാണുന്ന സ്ഥലത്തോട്ട് പൈ ബൈ 2 കൊടുക്കുക. എന്ത് വരും? പൈ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ പൈ ബൈ 2 എന്ന് വരും. മൈനസ് ഇവിടെ നിങ്ങൾ കാണുന്ന റിസൾട്ടാണ് ലിമിറ്റ് വൈ ടെൻസ് ടു 0 സൈൻ വൈ ബൈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ ഇതിൻ്റെ ആൻസർ വരുന്ന 1 ആണ്. അത് ഞാൻ 1 കൊടുത്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 90. സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. സൈൻ 90 1 ആയതുകൊണ്ട് അത് 1 ആയിപ്പോയി. ബാക്കി വരുന്ന എന്താണ്? പൈ ബൈ 2 ആണ് ബാക്കി വരിക. പൈ ബൈ 2 ബൈ 1 എന്ന് വരും. അത് 1 ആയതുകൊണ്ട് എഴുതണമെന്നില്ല. -1. സോ പൈ ബൈ 2 -1 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 4 ടു റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ വൈ. അപ്പോൾ എന്ത് ചെയ്യുക? റൂട്ട് എക്സിന് പകരം നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ വൈക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ബൈ 2 എന്ന് വരും. 2 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് ആൻസർ വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എന്നാണ് കേട്ടോ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു, ഇവിടെ ഒന്ന് തിരുത്തിക്കോണേ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു പൈ ബൈ 4 പൈ ബൈ 2 എന്നാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു പൈ ബൈ 4 പൈ ബൈ 2 കോട്ടക്സ് കൊസീക്ക് വൈ, ഇങ്ങനെയാണ് ചോദ്യം വന്നേക്കുന്നത്. ഓക്കെ, സോ ആൻസർ എന്ത് വരും? കോട്ട് എക്സിന് പകരം എന്ത് കൊടുക്കുക? എക്സിന് പകരം പൈ ബൈ 4, കോട്ട് പൈ ബൈ 4 ഇൻറ്റു കൊസീക്ക് വൈക്ക് പകരം എന്ത് കൊടുക്കുക? പൈ ബൈ 2, കൊസീക്ക് പൈ ബൈ 2. കോട്ട് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ ടാൻ പൈ ബൈ 4, ടാൻ 45 1 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ വരും. കൊസീക്ക് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ നേരെ എന്താ ആലോചിക്കുക? സൈൻ പൈ ബൈ 2 ആലോചിക്കുക. സൈനിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ കൊസീക്ക് വരിക. സൈൻ പൈ ബൈ 2, സൈൻ 90 1 ആണ്, അപ്പോൾ കൊസീക്ക് പൈ ബൈ 2 1 തന്നെ ആയിരിക്കും. സോ 1 ഇൻറ്റു 1 1 ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നേരിട്ട് ലിമിറ്റ് കൊടുക്കുക.
കോസ് ഓഫ് എക്സിനും വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ കോസ് 0 വരും. താഴെ 0 പ്ലസ് 0 പ്ലസ് 1 എന്ന് വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 പ്ലസ് 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 log 3 e റൈസ് ടു എക്സ് പ്ലസ് വൈ. നേരിട്ട് ലിമിറ്റ് കൊടുത്തോ. e റൈസ് ടു എക്സിന് പകരം 0 കൊടുക്കുക, പ്ലസ് വൈക്ക് പകരം log 3 കൊടുക്കുക. ഓക്കെ, സോ e റൈസ് ടു 0 പ്ലസ് log 3 എന്ന് പറഞ്ഞാൽ എന്താണ്? log 3 ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് e റൈസ് ടു ln f ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ f ഓഫ് എക്സ് ആണ്. e റൈസ് ടു ലോഗരിതം ഓഫ് എനി ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ e റൈസ് ടു log 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പം നമ്മൾ നേരിട്ടൊന്ന് ലിമിറ്റ് കൊടുത്ത് നോക്കുക. നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കുക. നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് വൈക്കും 1 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ. നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അതായത് 0 ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. 0/0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ശരിയല്ലേ? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? എന്തെങ്കിലും ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ താഴെ തന്നെ ഒരു റിസൾട്ട് കിടപ്പുണ്ട്. എന്താണ്? വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നിപ്പുണ്ട്. അവിടെ എന്താ അപ്ലൈ ചെയ്യുക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇപ്പോൾ വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താണ് വരുന്നത്? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 മോളിൽ എക്സ് മൈനസ് വൈ, താഴെ റിസൾട്ട് അപ്ലൈ ആണേ, വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് വരും. ശരിയല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പ്രകാരം. സോ ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു മൈനസും കൂടെ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് വരും. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് വൈ പ്ലസ് എക്സ് എന്ന് തിരിച്ച് കിട്ടും. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൈ മൈനസ് എക്സും വൈ മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. സോ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1. ഇപ്പോൾ നമ്മുടെ ബാക്കി നിൽക്കുന്ന ആൾക്കാരെന്ന് എഴുതാണേ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1. ന്യൂമറേറ്റർ ഇനി ഒരു -1 ഉള്ളൂ. താഴെ എന്തുണ്ട്? ഒരു വൈ പ്ലസ് എക്സ് ഉണ്ട്. ഓക്കെ, ഇനി എക്സിനും വൈക്കും 1 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1/1 + 1 -1/2 ആണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. 9ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ബൈ √x മൈനസ് √y. അപ്പോൾ നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആദ്യം നോക്കുക. നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ 0 സ്ക്വയർ മൈനസ് 0 × 0, ന്യൂമറേറ്റർ 0 വരും. താഴെ √0 മൈനസ് √0, താഴെയും 0 വരും അല്ലേ. ഇതെന്ത് ഫോമായി? ഇൻഡിറ്റർമിനേറ്റ് ഫോമായി അല്ലേ. ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? ഇവിടെ നമ്മൾ റൂട്ട് വരുന്നത് കൊണ്ട് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പോൾ √x പ്ലസ് വൈ ഞാൻ √x പ്ലസ് √y മുകളിലും കൊടുക്കണം, √x പ്ലസ് √y ഞാൻ താഴെയും കൊടുക്കണം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. യെസ്. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0. ന്യൂമറേറ്ററിൽ ആദ്യത്തെ 2 ടേമിൽ നിന്ന് ഒരു എക്സിങ് പുറത്തെടുക്കാം. എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നാക്കാം. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ തിരിച്ച് കിട്ടും. ബാക്കി വരുന്ന √x പ്ലസ് √y ഉണ്ട്. ഇനി ഡിനോമിനേറ്ററിൽ ഒരു പക്ക റിസൾട്ട് ഫോമാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ. ഇപ്പോൾ √x മൈനസ് √y ഇൻറ്റു √x പ്ലസ് √y എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? √xൻ്റെ സ്ക്വയർ മൈനസ് √yൻ്റെ സ്ക്വയർ. √xൻ്റെ സ്ക്വയർ എക്സ് ആണ്, √yയുടെ സ്ക്വയർ y ആണ്. ശരിയല്ലേ? അപ്പോൾ എക്സ് മൈനസ് വൈ ആണ് താഴെ വരുന്നത്. മുകളിലൊരു എക്സ് മൈനസ് വൈ ഉണ്ട്, താഴെ ഒരു എക്സ് മൈനസ് വൈ വന്നു. അത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് വരില്ല. ഡിനോമിനേറ്ററിൽ ഇനി 0 ഒരിക്കലും വരില്ലല്ലോ. ഇനി എക്സിന് 0 കൊടുത്താൽ 0 ഇൻറ്റു √0 പ്ലസ് √0 എന്ന് വരും. സോ ദ ആൻസർ വിൽ ബിക്കം എന്താണ്? 0 ഓൺലി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് പ്ലസ് വൈ.
അപ്പോൾ നേരിട്ട് ഇവിടെ ലിമിറ്റ് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഡിവിഷൻ ബൈ 0 ഒരിക്കലും വരില്ല അല്ലേ, 1 + 1 2 താഴെ വരുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. 1² - 1² ബൈ 1 + 1 എന്ന് വരും. അതായത് മുകളിൽ 1 - 1/1 + 1 2, അതായത് 0/2. ആൻസർ എന്താണ് വരുന്നത്? 0 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. 11ാമത്തെ ചോദ്യം. ലിമിറ്റ് xy ടെൻസ് ടു 1 1 xy മൈനസ് y മൈനസ് 2x പ്ലസ് 2 ഡിവൈഡഡ് ബൈ x മൈനസ് 1. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എക്സിനും വൈക്കും 1 കൊടുക്കുകയാണ്. 1 × 1 1 മൈനസ് വൈക്ക് വരും 1 കൊടുക്കുക. -2 × 1 2 വരും. പ്ലസ് 2/1 - 1 പ്ലസ് 1 - 1 -2 + 2 ക്യാൻസൽ. ഇവിടെ 1 - 1 ക്യാൻസൽ. മുകളിൽ 0 താഴെ 0. ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടി വരും അല്ലേ? ഇപ്പോൾ ലിമിറ്റ് xy ടെൻസ് ടു 1 1. ന്യൂമറേറ്റർ ആദ്യത്തെ 2 ടേംസിൽ നിന്ന് ഒരു y പുറത്തെടുത്താൽ ബാക്കി x - 1 എന്ന് വരും. അടുത്ത 2 ടേംസിൽ നിന്ന് ഒരു -2 പുറത്തെടുത്താലും ബാക്കി x - 1 എന്ന് വരും. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ xy - y തിരിച്ചു കിട്ടും. -2x + 2 തിരിച്ചു കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? x - 1. ന്യൂമറേറ്ററിലെ 2 ടേംസിൽ നിന്ന് ഇനി എന്ത് പുറത്തെടുക്കാം? x - 1 പുറത്തെടുക്കാം. ശരിയല്ലേ? അപ്പോൾ ലിമിറ്റ് xy ടെൻസ് ടു 1 1 x - 1 പുറത്തെടുത്താൽ ബാക്കി എന്താണ് വരിക? y - 2 എന്ന് വരും. ശരിയല്ലേ? ആദ്യത്തെ ടൈമിന് x - 1 പോയാൽ ബാക്കി y ഉണ്ടാവും. അടുത്ത ടൈമിന് x - 1 പോയാൽ ബാക്കി -2 ഉണ്ടാവും. താഴെ ഒരു x - 1 ഉണ്ട്. x - 1ഉം x - 1ഉം ക്യാൻസലായി. അപ്പോൾ മുകളിലും താഴെയും 0 വരുത്തുന്ന ആൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ലിമിറ്റ് xy ടെൻസ് ടു 1 1 y - 2 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ വൈക്ക് വരെ ഇനി എന്ത് കൊടുക്കുക? 1 കൊടുക്കുക അല്ലേ? 1 - 2. ആൻസർ വിൽ ബിക്കം -1. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 12ാമത്തെ ചോദ്യം. അപ്പോൾ ആദ്യമേ തന്നെ നേരിട്ട് ലിമിറ്റ് കൊടുത്ത് ഒന്ന് ചെയ്ത് നോക്കാം. ലിമിറ്റ് xy ടെൻസ് ടു 2 2 x + y - 4 ഡിവൈഡഡ് ബൈ റൂട്ട് x + y - 2. അപ്പോൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 2 + 2 - 4 ഡിവൈഡഡ് ബൈ റൂട്ട് 2 + 2 - 2 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന് പറഞ്ഞേ? 2 + 2 എന്ന് പറഞ്ഞാൽ 4 - 4 ഡിവൈഡഡ് ബൈ റൂട്ട് 4 - 2 അല്ലേ? 4 + 4 4 - 4 ആണ്. 4 - 4 എന്ന് പറഞ്ഞാൽ 0. റൂട്ട് 4 2 - 2, അതായത് 0/2 - 2 എന്ന് പറഞ്ഞാൽ 0. ഇപ്പോൾ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ വേണ്ടി വരും. റൂട്ട് ഉള്ളതുകൊണ്ട് റാഷണലൈസേഷൻ, കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. റൂട്ട് ഓഫ് x + y - 2ൻ്റെ കോഞ്ചുഗേറ്റ് റൂട്ട് ഓഫ് x + y + 2 ആണ് അല്ലേ? ബൈ റൂട്ട് ഓഫ് x + y + 2. ഞാൻ മുകളിലും താഴെ എന്ത് ചെയ്തു? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ നോക്കിക്കേ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് xy ടെൻസ് ടു 2 2. ഇനിയിപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. x + y - 4 ഇൻറ്റു റൂട്ട് x + y + 2. താഴെ ഒരു റിസൾട്ട് കിടപ്പുണ്ട്. എന്താണ്? a - b ഇൻറ്റു a + b. a - b ഇൻറ്റു a + b. എന്താണ് റിസൾട്ട്? a² - b². അപ്പോൾ ഈ റൂട്ട് x + y സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകും. റൂട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി x + y മൈനസ് 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. ഇനി എന്ത് ചെയ്യാം? മുകളിലൊരു x + y - 4 ഉണ്ട്. താഴെ വന്നുള്ള x + y - 4 ആയിട്ട് ക്യാൻസലായി. ഇനി എക്സിനും വൈക്കും 2 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 2 + 2 + 2 എന്ന് വരും അല്ലേ? അതായത് റൂട്ട് 4 + 2 എന്ന് വരും. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + 2 എന്ന് വരും. ആൻസർ വിൽ ബിക്കം 4 അല്ലേ? 4 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 13ാമത്തെ ചോദ്യം. ലിമിറ്റ് xy ടെൻസ് ടു 1 1 x³ + y³ ബൈ x + y. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിനും വൈക്കും 1 1 കൊടുക്കുക. 1³ + 1³ ബൈ 1 + 1. ഇവിടെ ഒന്നും പ്രശ്നമുള്ള കേസേ അല്ല. അതായത് 1 + 1 2/1 + 1 2. 2/2 എന്താണ് വരിക? 1 ആണ് ആൻസർ വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 14ാമത്തെ ചോദ്യം. ഇവിടെ നോക്കുക. ലിമിറ്റ് xy ടെൻസ് ടു 3 3 x² - y² ബൈ x⁴ - y⁴. അപ്പോൾ 3 കൊടുത്താൽ 3² - 3² 9 - 9 0 വരും. ഇവിടെ 3⁴ - 3⁴ 81 - 81 0 വരും.
0/0 ഇൻഡിറ്റർമിനേറ്റ് ആവും. അപ്പോൾ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ലിമിറ്റ് XY ടെൻസ് ടു 3 മുകളിലൊന്നും ചെയ്യാൻ പോകണ്ട. x² - y². താഴെ ഞാൻ x⁴ x² സ്ക്വയർ നാക്കുന്നു, y⁴ y² സ്ക്വയർ നാക്കുന്നു. ഇൻഡിസസ് ഐഡന്റിറ്റീസ് a⁻m (n) a⁻mn ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് x² a ആയിട്ട് സങ്കല്പിക്കുക, y² b ആയിട്ട് സങ്കല്പിച്ചിട്ട് വായിച്ചേ a² - b². അവിടെ a+b × a - b എടുക്കുക. അപ്പോൾ എന്തുവരും? ലിമിറ്റ് XY ടെൻസ് ടു 3 ന്യൂമറേറ്ററിൽ ഒരു x² - y² ഉണ്ട്. താഴെ x² + y² ഇൻറ്റു x² - y² എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ a+b × a - b a² - b². x² സ്ക്വയർ y² സ്ക്വയർ എന്ന് നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x² - y² x² - y² ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് XY ടെൻസ് ടു 3 മുകളിലൊരു 1 ഉണ്ട്, താഴെ ഒരു x² + y² ഉണ്ട്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുക്കാം. എക്സിനും വൈക്കും നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ 1/3² + 3² എന്ന് വരും. ശരിയല്ലേ? 1 ഡിവൈഡഡ് ബൈ 3² + 3², 1 ഡിവൈഡഡ് ബൈ 9 + 9, 1/18 ആണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. ലിമിറ്റ് XY ടെൻസ് ടു 0 ln 2 e⁻x - y. ഇതാണ് നമ്മുടെ ചോദ്യം. നേരിട്ട് എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. എക്സിന് പകരം 0 കൊടുക്കുക ആൻഡ് വൈക്ക് പകരം ln 2 കൊടുക്കുക. അപ്പോൾ e⁻0 - ln 2. e⁻0 ന്ന് ln 2 കുറച്ചാൽ -ln 2. ഓക്കെ. ഇനി നമ്മൾ ലോഗരിതം ഒരു ഐഡന്റിറ്റി പഠിക്കുന്നുണ്ട്. n log a എന്ന് പറഞ്ഞാൽ log a⁻n ആണ്. അപ്പം -ln 2 എന്ന് പറഞ്ഞാൽ ln 2⁻ -1 ആണ്. ഈ -1 നമുക്ക് 2ന്റെ പവറിലേക്ക് കൊടുക്കാം. അപ്പം e⁻ln 2⁻ എന്ന് വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് e⁻ln f(x) എന്ന് പറഞ്ഞാൽ ആൻസർ f(x) തന്നെയാണ്. അപ്പോൾ e⁻ln 2⁻ എന്ന് പറഞ്ഞാൽ ആൻസർ 2⁻ തന്നെയാണ്. 2⁻ എന്താണ്? 1/2. കാരണം x⁻n എന്ന് പറഞ്ഞാൽ 1/x⁻n ആണ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 15ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 16ാമത്തെ ചോദ്യം. ലിമിറ്റ് XY ടെൻസ് ടു 1 ln 1 + x² y². എക്സിനും വൈക്കും ജസ്റ്റ് 1 കൊടുത്താൽ മതി. ln mod 1 + 1² 1² അല്ലേ? സോ ln 1² 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 1 2, ln 2 വരും ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യം. ലിമിറ്റ് XY ടെൻസ് ടു 0 e⁻y sin x ഡിവൈഡഡ് ബൈ x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം വൈയും സൈനൊക്കെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ സൈൻ വരുന്ന മാത്രം നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കാം, വൈക്ക് നമുക്ക് വൈയുടെ ലിമിറ്റ് കൊടുക്കാം. അതായത് ലിമിറ്റ് y ടെൻസ് ടു 0 e⁻y അങ്ങ് മാറ്റി നിർത്താം. ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ x ആക്കാം. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കാം e⁻0. ഇത് റിസൾട്ടാണ്. ലിമിറ്റ് θ ടെൻസ് ടു 0 sin θ ബൈ θ = 1. ഇപ്പം ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ x 1 ആയി. e⁻0 1 ആണ്. എനി നമ്പർ (0) 1 ആണ്. സോ 1 × 1 ആൻസർ എന്ത് വരും? 1 വരും ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. 18ാമത്തെ ചോദ്യം. ലിമിറ്റ് XY ടെൻസ് ടു 1/27 π³ cos ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് XY. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരിട്ട് ലിമിറ്റ് കൊടുക്കാം. ക്യൂബ് റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻1/3 എന്ന് എഴുതാം. ശരിയല്ലേ? ജനറലി വി ക്യാൻ സേ ദാറ്റ് nth റൂട്ട് ഓഫ് x ക്യാൻ ബി റിട്ടൺ ആസ് x⁻1/n. ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ ക്യൂബ് റൂട്ട് ആണെങ്കിൽ x⁻1/3, 4th റൂട്ട് ആണെങ്കിൽ x⁻1/4, 5th റൂട്ട് ആണെങ്കിൽ x⁻1/5. അപ്പോൾ അതങ്ങനെ ആദ്യം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കുന്നതാവും ഇച്ചിരി എളുപ്പം. അപ്പോൾ ലിമിറ്റ് XY ടെൻസ് ടു ലിമിറ്റ് x, y ടെൻസ് ടു എന്താണ്? 1/27 π³ XY ടെൻസ് ടു 1/27 π³ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ മാറ്റുന്നുണ്ട്. cos ഓഫ് XY⁻1/3. ഓക്കെ. ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റിയത്. ഇനി ഞാൻ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുകയാണേ.
കോസ് ഓഫ് എക്സിന് പകരം 1/27, വൈക്ക് പകരം പൈ ക്യൂബ്, ഹോൾ റൈസ് ടു എന്തുണ്ട് 1/3. സോ കോസ് ഓഫ് 1 ഇൻറ്റു പൈ ക്യൂബ് എന്നുള്ളത് പൈ ക്യൂബ് ആക്കാം. 27നെ നമുക്ക് 3 ക്യൂബ് എന്നാക്കാം. ഹോൾ റൈസ് ടു എന്ത് നിൽപ്പുണ്ട് ഒരു 1/3 നിൽപ്പുണ്ട്. സോ കോസ് ഓഫ് പൈ ക്യൂബ് ബൈ 3 ക്യൂബിനെ π/3 ഹോൾ ക്യൂബ് എന്നാക്കാം. ഹോൾ റൈസ് ടു ആര് നിൽപ്പുണ്ട് ഒരു 1/3 നിൽപ്പുണ്ട്. ശരിയാണല്ലോ. a/b ഹോൾ ക്യൂബിനെ a ക്യൂബ് ബൈ b ക്യൂബ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, a റൈസ് ടു m ഹോൾ റൈസ് ടു n a റൈസ് ടു mn വെച്ച് 3യും 1/3 ഗുണിക്കുമ്പോൾ അവിടെ 3 ക്യാൻസൽ ആയിപ്പോൾ ബാക്കി വരുന്നത് എന്താണ് കോസ് π/3. π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2 ആണ് ആൻസർ വരും. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻ ആണ്. 3 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആൻസർ കിട്ടുന്നത് എന്താണ് 1/2 ആണ് നമ്മുടെ ആൻസർ വരും. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ഷോ ദാറ്റ് ലിമിറ്റ് xy ടെൻസ് ടു 0 0 x² മൈനസ് y² ബൈ x² പ്ലസ് y² ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തെളിയിച്ച് കാണിക്കാൻ, ഷോ ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ xy ടെൻസ് ടു 0 0 ആണ്. ഇതിന് 2 കർവ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സിലബസിൽ അങ്ങനെ 2 കർവ് ടെസ്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തോമസ് കാൽക്കുലസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 2 കർവ് ടെക്സ്റ്റ് എന്നൊക്കെ കാണും. 2 കർവ് ടെസ്റ്റ് എന്താണ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ അവരിങ്ങനെ ഒരു കർവ് കൊടുക്കും, ഒന്നില്ലേ y=x എന്ന് പറഞ്ഞ ഒരു കർവ് കൊടുക്കും, അത് കഴിഞ്ഞ് y² x എന്നൊക്കെയുള്ള കർവ് കൊടുക്കും, അല്ലെങ്കിൽ x² y എന്നൊക്കെയുള്ള കർവ് കൊടുക്കും. അങ്ങനെ പല പല കർവിൽ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ആ എല്ലാ കർവിലും ഒരേ ആൻസർ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ആണെന്ന് പറയാം. ഏതെങ്കിലും ഒരു കർവ് വേറെ ആൻസർ കാണിക്കുവാണെങ്കിൽ ലിമിറ്റ് ഡസിൻ്റ് എക്സിസ്റ്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വന്നാലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വന്നാലും ലെഫ്റ്റ് ലിമിറ്റ് ആണെങ്കിലും റൈറ്റ് ലിമിറ്റ് ആണെങ്കിലും എങ്ങനെയൊക്കെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്താലും അതല്ലേ. അതായത് ഇപ്പോൾ ഒറിജിനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒറിജിനിലേക്ക് വരാം, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒറിജിനിലേക്ക് വരാം. അങ്ങനെ എങ്ങനെയൊക്കെ വരുന്ന കർവ് ആണെങ്കിലും ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, അതിൻ്റെ ഉത്തരം മാറരുത്. ശരിയല്ലേ? അപ്പം 2 കർവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കർവ് എടുക്കുന്നു, രണ്ടിലും ഡിഫറൻ്റ് ആണ് ലിമിറ്റ് എന്ന് കാണിക്കുന്നു, എന്നിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നു. അതൊരു വഴി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാം. എലോങ് ദ പാത്ത് y = mx. ഇപ്പോൾ സാധാരണ നോക്കുകയാണെങ്കിൽ y = 2x 3x അങ്ങനെ സ്ലോപ്പ് മാറ്റി മാറ്റി കൊടുക്കാം. എന്നിട്ട് ഡിഫറെൻറ്റ് ലൈൻസിന് ഡിഫറെൻ്റ് ആയിട്ടാണ് ലിമിറ്റ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഡസിൻ്റ് എക്സിസ്റ്റ് ആണെന്ന് പറയാം. ഇനി അല്ലാണ്ട് ജനറലി എലോങ് ദ പാത്ത് y = mx വെച്ചാൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. പല പല ലൈൻസ് വെരിഫൈ ചെയ്യുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, ലാഭിക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മെത്തേഡ് പ്രിഫർ ചെയ്യുകയാണേ. ഇപ്പോൾ പൊതുവേ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം y = mx y = mx² അല്ലെങ്കിൽ y = kx² എന്ന ടെക്സ്റ്റ് കൊടുത്തേക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, y = kx². അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലൈൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു യുണീക്ക് സൊല്യൂഷൻ കിട്ടരുത്, ഒരുപാട് സൊല്യൂഷൻ്റെ പോസിബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴാണ് അത് കണ്ടിന്യൂസ് അല്ലാണ്ടാവുന്നത്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഒന്ന് തന്നെ ആയിരിക്കണം, ലിമിറ്റിംഗ് വാല്യൂ മാറുന്നൊരവസ്ഥയിലേക്ക് വരരുത്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോ. എലോങ് ദ പാത്ത്, അതായത് ലെറ്റ് ഇങ്ങനെ എഴുതി തുടങ്ങണം, നമ്മളായിട്ട് എടുക്കുന്നതാണ്. ലെറ്റ് xy ടെൻസ് ടു 0 0 along the path y = mx. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റിനെ y = mx കിട്ടുന്നതായിരിക്കും. ചില ക്വസ്റ്റിനെ kx² പോകത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. mx കിട്ടുന്നില്ല, അടുത്തത് നോക്കിയാൽ മതി. സോ y = mx, കാരണം ഡസൻ്റ് എക്സിസ്റ്റ് ആണെന്ന് തെളിയിക്കേണ്ട കേട്ടോ. സോ y = mx കൊടുക്കുമ്പോൾ എന്തോ വരും എന്ന് പറഞ്ഞ് ലിമിറ്റ്, ഞാൻ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കുകയാണ്. x ടെൻസ് ടു 0 y ടെൻസ് ടു 0 ആണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡിലൊന്ന് വെച്ച് കാണിച്ചു തരാം. y ടെൻസ് ടു 0 ആണെങ്കിൽ yക്ക് വരെ mx കൊടുക്കുക, mx ടെൻസ് ടു 0 ആയിരിക്കും. x ടെൻസ് ടു 0/m ആയിരിക്കും. x ടെൻസ് ടു 0/anything is 0. അപ്പോൾ y ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, x ടെൻസ് ടു 0നെ തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ x ടെൻസ് ടു 0 മാത്രം കൊടുത്താൽ മതി, y കുറിച്ച് മെൻഷൻ ചെയ്യേണ്ട. ബാക്കി വരുന്ന x² മൈനസ് y². y എന്ന് പറഞ്ഞാൽ mx ആണ്. ആ mxൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ x² പ്ലസ് y² എന്ന് പറഞ്ഞാൽ y mx ആണ്, ആ mxൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0
എക്സ് സ്ക്വയർ മൈനസ് രണ്ടുപേർക്കും സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുക എം സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി 1 മൈനസ് എം സ്ക്വയർ വരും. ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി 1 പ്ലസ് എം സ്ക്വയർ വരും. ഇനി ആ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് എന്നാണ് കിട്ടുന്നത്. കാരണം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് ദ കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ്. സോ ദ ആൻസർ വിൽ ബിക്കം 1 മൈനസ് എം സ്ക്വയർ ബൈ 1 പ്ലസ് എം സ്ക്വയർ. ഇവിടെ ഞാൻ എമ്മിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എമ്മിന് ട്രയലായിട്ട് 1 കൊടുക്കാം. 1 കൊടുത്താൽ 1 മൈനസ് 1 സ്ക്വയർ ബൈ 1 പ്ലസ് 1 സ്ക്വയർ, ആൻസർ 0 കൊടുക്കാം. എമ്മിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 മൈനസ് 2 സ്ക്വയർ ബൈ 1 പ്ലസ് 2 സ്ക്വയർ, നേരത്തെ കിട്ടിയ 0 എന്നുള്ള ഉത്തരമാണ് ഇപ്പോൾ കിട്ടുന്നത്, അല്ല. അപ്പം വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് എം എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. എം മാറുന്നതിനനുസരിച്ച്, സ്ലോപ്പ് മാറുന്നതിനനുസരിച്ച് ലൈനിൻ്റെ ലിമിറ്റ് മാറുന്നുണ്ട്. അങ്ങനെയുള്ള കേസ് ഒരിക്കലും എന്താവത്തില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ആവത്തില്ല. കാരണം അത് ഏത് ലൈൻ എടുത്താലും ആ പോയിന്റിലേക്ക് വരുന്ന ലിമിറ്റ് സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ സെയിം ആയിട്ട് വരുന്നില്ല. ഇവിടെ എം മാറിയാൽ ലിമിറ്റ് മാറും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വിച്ച് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് എം എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. വിച്ച് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് എം. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വാല്യൂ ഓഫ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെയർഫോർ ലിമിറ്റ് ഡസിൻറ്റ് എക്സിസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ ഫുൾ മാർക്കായി. ലിമിറ്റ് ഡസിൻറ്റ് എക്സിസ്റ്റ്. ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തെളിയിച്ച് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ 19ാമത്തെ ചോദ്യമായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അടുത്ത കണ്ടിന്യൂറ്റി തെളിയിക്കുന്നതിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എലോങ് എ പാത്ത് എടുത്ത് ചെയ്യുന്ന ചോദ്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂറ്റി ആണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണേ. അടുത്ത നമ്മുടെ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ലെറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എലോങ് ദ പാത്ത് എങ്ങനെ എടുക്കണം, എലോങ് ദ പാത്ത് y ഈക്വൽ ടു എം എക്സ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വരും എന്ന് പറഞ്ഞേ. ദെയർഫോർ y ഈക്വൽ ടു എം എക്സ് ആണെങ്കിൽ ഇവിടെ y ടെൻസ് ടു 0 ആണ് ശരിക്കും ഉള്ളത്. y എന്ന് പറഞ്ഞാൽ എം എക്സ് ആണ്. അപ്പോൾ എം എക്സ് ടെൻസ് ടു 0 എന്ന് വരും, അവിടുന്ന് എക്സ് ടെൻസ് ടു 0 എന്ന് വരും. അപ്പോൾ ചോദ്യം പൂർണ്ണമായിട്ട് 2 ലിമിറ്റ് ഇല്ല, ഇനി ഒറ്റ ലിമിറ്റേ ഉള്ളൂ. എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു വൈക്ക് വരെ എം എക്സ് കൊടുക്കുക ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് വരെ എം എക്സ് കൊടുക്കുക, അതിന് സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു എം എക്സ് എന്ന് പറഞ്ഞാൽ എം എക്സ് സ്ക്വയർ, താഴെ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി 1 പ്ലസ് എം സ്ക്വയർ എന്നാണ് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് വെട്ടാം, എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ത് മാത്രമേ വരുന്നുള്ളൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എം ബൈ 1 പ്ലസ് എം സ്ക്വയർ മാത്രമേ വരുന്നുള്ളൂ. ഇതെന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. എം ബൈ 1 പ്ലസ് എം സ്ക്വയർ തന്നെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ദ കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എം. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എമ്മിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എമ്മിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീനിങ് എം മാറിയാൽ ലിമിറ്റ് മാറും, ലിമിറ്റ് മാറരുത്, ലിമിറ്റ് മാറിയാൽ ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം അത് സ്റ്റേറ്റ് ചെയ്യാൻ, അത് അനാവരണം ചെയ്യാൻ, അത് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ, അത് അവരെ ബോധ്യപ്പെടുത്താൻ ഒരു സെൻറ്റൻസ് മതി. വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് എം എന്ന് എഴുതി വെച്ചാൽ മതി. വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് എം. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വാല്യൂ ഓഫ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, അത് തെളിയിച്ച് കാണിക്കാനായിരുന്നു ചോദ്യം, നമ്മൾ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് 2 കർവ് ടെസ്റ്റ് പോലെ വ്യത്യസ്തമായ പല പല കർവുകൾ കൊടുത്ത് വ്യത്യസ്തമായ ഉത്തരം കിട്ടുന്നു എന്ന് കാണിക്കുന്നതിന് പകരം ആ 2 കർവ് ടെസ്റ്റിൻ്റെ ഒരു ജനറലൈസ്ഡ് വെർഷൻ ചെയ്യുക. എലോങ് ദ പാത്ത് ഒരു ജനറൽ y ഈക്വൽ ടു എം എക്സ്. അപ്പോൾ സ്ലോപ്പ് മാറ്റി മാറ്റി നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ പരമാവധി സ്റ്റെപ്പ് കുറച്ച് ഇങ്ങനെ ചുരുങ്ങിയ സ്റ്റെപ്പുകളിൽ നമുക്കത് കാണിക്കാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അവർ ടെക്സ്റ്റിലും ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ കർവുകൾ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കർവ് എടുത്ത് ആ കർവിൽ ഒരു കോൺസ്റ്റന്റ് വെച്ചുകൊണ്ട് ആ കോൺസ്റ്റന്റ് മാറുമ്പോൾ കർവ് മാറുന്നു എന്ന അർത്ഥത്തിൽ ആ കോൺസ്റ്റന്റിൻ്റെ ടേമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ലിമിറ്റ് വരികയും
ആ കോൺസ്റ്റൻറ്റ് മാറുമ്പോൾ ലിമിറ്റ് മാറുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലിമിറ്റിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസുമായിട്ട് കാണാം. അതാണ് സിലബസിലെ അടുത്ത ടോപ്പിക്ക്. സോ അടുത്ത ക്ലാസ്സിൽ അതുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ സീ യു.